നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ 14 ജില്ലകളിലും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ജില്ലകളിലും അലേർട്ടുകൾ മാറി മാറിയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ദുരന്തമുണ്ടായിട്ടുള്ള വയനാട് മേപ്പാടിയിലടക്കം അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ സമുദ്രനിരപ്പിൽ സജീവമായി നിലനിൽക്കുന്ന തീരദേശ ന്യൂനമർദ്ദപാത്തിയുടെയും തെക്ക് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിന് മുകളിലുള്ള ശക്തി കൂടിയ ന്യൂനമർദ്ദ മേഖലയുടെയും സ്വാധീനത്താൽ സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തടക്കം രാവിലെ മുതൽ അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിലും വടക്കൻ കേരളത്തിലെ 5 ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വർഷം മുതൽ എൽ നിനോയുടെ ഭീഷണി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നതിനിടയിലും ഈ ലഭിക്കുന്ന മഴ ആശ്വാസകരമാണ്. പക്ഷെ എന്നിരുന്നാലും പല മേഖലകളിലും ദുരന്തങ്ങളും സംഭവിക്കുന്നുണ്ട്. ജൂലൈയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ശക്തമായി തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. ഇത് രാജ്യത്തെ മഴക്കുറവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. ജൂൺ അവസാനത്തോടെ ഇന്ത്യയിൽ സാധാരണയേക്കാൾ 40% മഴയുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. എന്നിരുന്നാലും ഈ മാസം തുടക്കത്തിൽ മുംബൈയിലും പടിഞ്ഞാറൻ തീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പെയ്ത ശക്തമായ മഴ മൊത്തത്തിലുള്ള മൺസൂൺ പ്രകടനം മെച്ചപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം രാജ്യവ്യാപകമായി ലഭിച്ച മഴക്കുറവ് ഇപ്പോൾ വെറും 17% കുറഞ്ഞിട്ടുണ്ട്. ജൂലൈയിലെ ആദ്യ ദിവസങ്ങളിൽ പടിഞ്ഞാറൻ തീരത്ത് പെയ്ത പേമാരി പല പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കം പോലുള്ള സാഹചര്യങ്ങൾക്ക് കാരണമായെന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള മൺസൂൺ മഴക്കുറവ് കുറയ്ക്കുന്നതിനും പ്രധാന പങ്ക് വഹിച്ചതായി IMD അറിയിച്ചിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം ഇന്ത്യൻ മൺസൂണിന്റെ സ്വഭാവത്തെ മാറ്റുന്നുവെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ വിശ്വസിക്കുന്നു. മുമ്പ് മൺസൂൺ മഴ പല ദിവസങ്ങളായി വ്യാപിച്ചിരുന്നു. നേരിയതോ മിതമായതോ ആയ മഴയായിരുന്നു. ഇപ്പോൾ മഴയുള്ള ദിവസങ്ങളുടെ എണ്ണം കുറയുന്നു. പക്ഷേ മഴ കൂടുതൽ ശക്തമാവുകയാണ്. കുറഞ്ഞ കാലയളവിനുള്ളിൽ വലിയ അളവിൽ മഴ പെയ്യുന്നു. വായുവിന്റെയും സമുദ്രത്തിന്റെയും താപനിലയിലെ വർധനവാണ് ഈ മാറ്റത്തിന് കാരണമെന്നാണ് പറയുന്നത്. അത് അന്തരീക്ഷത്തിൽ കൂടുതൽ ഈർപ്പം നിലനിർത്താൻ അനുവദിക്കുന്നു. ഇത് കനത്ത മഴയ്ക്ക് കാരണമാകുന്നു. വരും ദിവസങ്ങളിലും, അതായത് തിങ്കളാഴ്ച വരെ കേരളത്തിലും മാഹിയിലും പരക്കെ മഴ തുടരുമെന്നാണ് പ്രവചനം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മറ്റു ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ഈ ശക്തമായ കാറ്റ് എന്ന് പറയുന്നത്. ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശിയടിച്ചേക്കാം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും ചില്ലകൾ ഒടിഞ്ഞും വലിയ അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. അതിനാൽ കാറ്റും മഴയും ഉള്ളപ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല. മാറി താമസിക്കണം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും നദീകരകളിലും അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങളിലും താമസിക്കുന്നവർ അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. പകൽ സമയം തന്നെ ക്യാമ്പുകളിലേക്ക് മാറാനും ശ്രദ്ധിക്കണം. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ തങ്ങളുടെ പ്രദേശത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കുകയും രാത്രിയാകുന്നതിന് മുമ്പ് പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാം. യാത്രകൾ ഒഴിവാക്കുക. മലയോര മേഖലകളിലേക്കുള്ള യാത്രകളും ജലാശയങ്ങളിൽ ഇറങ്ങുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മറ്റൊരു കാര്യം, വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ മരണം 7 ആയിട്ടുണ്ട്. രാവിലെ നടത്തിയ തെരച്ചിലിൽ മീനാക്ഷി പുഴയിൽ നിന്ന് ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. കാണാതായ ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. പരിക്കേറ്റ 7 പേർ ചികിത്സയിൽ തുടരുന്നു. വയനാട് ഉൾപ്പെടെ 5 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത്. NDRFന്റെയും ഫയർഫോഴ്സിന്റെയും 30 അംഗ സംഘം ഇന്ന് പുഴയിൽ തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ടെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ തുർക്കി ജീവൻ രക്ഷാ സമിതി കൂടി തിരച്ചിലിനായി എത്തും. അതേസമയം തന്നെ കേരളത്തിൽ മാത്രമല്ല ഉത്തരേന്ത്യയിലും മഴക്കെടുതി രൂക്ഷമാണ്.
ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കേരളത്തിനേക്കാൾ പരിതാപകരമാണ് അവിടുത്തെ അവസ്ഥ. റോഡുകളൊക്കെ തന്നെ മുങ്ങിയ അവസ്ഥയിലാണ്. രാജ്യത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ സംസ്ഥാനങ്ങളിൽ കൂടി അതിശക്തമായ മഴ രേഖപ്പെടുത്തുന്നത്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലെ സൈനാചട്ടിക്ക് സമീപമുള്ള യമുനോത്രി ഹൈവേയും നാലിപാനിക്ക് സമീപമുള്ള ഗംഗോത്രി ഹൈവേയും മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചു. യമുനോത്രി റൂട്ട് അടച്ചതിനാൽ ഏകദേശം 1000 തീർത്ഥാടകരാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. 10 ജില്ലകളിലെ മഴയെ തുടർന്ന് അവിടെയുള്ള സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാറക്കെട്ടുകൾ ഇടിഞ്ഞു വീഴുന്നതിനാൽ പിത്തോറഗാഡിലെ ആദി കൈലാഷ് റൂട്ട് അടച്ചിട്ടിരിക്കുകയാണ്. വ്യാഴാഴ്ച ഉത്തർപ്രദേശിലെ മഴയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത സംഭവങ്ങളിൽ 10 പേർ മരിച്ചു. ബുലന്ദ് ഷഹറിൽ ഒരു പഴയ പള്ളിയുടെ മതിൽ ഇടിഞ്ഞു വീണ് ഒരേ കുടുംബത്തിലെ 2 പേർ മരിച്ചു. ഹർദോയിൽ 2 സഹോദരിമാർ നദിയിൽ ഒഴുകിപ്പോയെന്ന റിപ്പോർട്ടുകളുണ്ട്. രാജസ്ഥാനിലെ ധോൽപൂരിൽ മഴയെ തുടർന്ന് ഒരു വീട് തകർന്നു. 6 പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി. അജ്മീറിലെ കിഷൻഗഡിൽ ഒരു മൺവീട് തകർന്നു. മാതാപിതാക്കളും കുട്ടികളും മരിച്ചു. സംസ്ഥാനത്ത് 6 ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. പലതും വൈകിയാണ് ഓടുന്നത്. ഡൽഹിയിൽ മഴയെ തുടർന്നും നഗരത്തിലെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. മരങ്ങൾ കടപുഴകി വീണ് പലയിടത്തും ഗതാഗതം താറുമാറായി. മഹാരാഷ്ട്രയിലെ മോഷിയിൽ മാലിന്യമല ഇടിഞ്ഞു തകർന്ന കെട്ടിടത്തിൽ കുടുങ്ങിയ 4 പേരെ കണ്ടെത്താനായി തിരച്ചിൽ തുടരുകയാണ്. പൽഗാർ പാലം തകർന്നതോടെ 200 പേർ ഒറ്റപ്പെട്ടു. മുംബൈയിൽ 1700ഓളം മരങ്ങളാണ് കടപുഴകി വീണതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന. താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ഗുജറാത്തിലെ സൂറത്തിലും മഴക്കെടുതിയിൽ മരിച്ചവർ 24 168 റോഡുകൾ അടഞ്ഞു കിടക്കുകയാണ്. അരുണാചലിലെ ലോവർ സിയാങ്ങിലുണ്ടായ മിന്നൽ പ്രളയത്തിലും നിരവധി വീടുകൾ തകർന്നു. ഉത്തർപ്രദേശിൽ മതിലിടിഞ്ഞും വെള്ളക്കെട്ടിൽ മുങ്ങിയും ഇടിമിന്നലേറ്റും 5 പേർ മരിച്ചു. യുപിയുടെയും ഹരിയാനയുടെയും ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. ഇത് ഗതാഗത കുരുക്കും രൂക്ഷമായിട്ടുണ്ട്. വെള്ളക്കെട്ടുകളിൽ നിന്ന് അകലം പാലിക്കണമെന്നും ഡൽഹി സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് കേരളത്തിൽ മാത്രമല്ല, ഈ പറയുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള മഴയും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പലയിടത്തും റോഡ് ഗതാഗതം ഒക്കെ തന്നെ തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. പല മേഖലകളിലും ആളുകൾ, നൂറുകണക്കിന് ആളുകളാണ് ഒറ്റപ്പെട്ട് കഴിയുന്നത്. അവിടെയൊക്കെ തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്.